2024 CA ക്യാമ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങളിൽ ചിലർ ആവേശത്തോടെ ആദ്യത്തെ ദിവസം മുതൽ ഇവിടെ പങ്കെടുത്തു. ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ വർഷം ഈ സ്ഥലത്ത് നിന്ന് വിട്ടുപോയപ്പോഴേ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നായിരിക്കും, അടുത്ത വർഷത്തെ ക്യാമ്പിനും എനിക്ക് പോകണം. അങ്ങനെയുള്ള ചിന്തയിൽ വന്നവർ ഇവിടെ കാണും. നിങ്ങളിൽ ചിലർ ഇവിടെ വന്നത് നിങ്ങളുടെ ലോക്കൽ ചർച്ചിലെ പാസ്റ്ററിൻ്റെ പ്രോത്സാഹനം കൊണ്ടോ, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഒരുപാട് വിളിച്ചത് കൊണ്ടോ ഒന്ന് വന്ന് നോക്ക്. ആദ്യമായിട്ട് വന്നവർ കാണും. എല്ലാത്തിൻ്റെയും സമാപന നിമിഷങ്ങളാണ്. നിങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ നിമിഷത്തെ ആവേശം, ബാഗും ഒക്കെ പാക്ക് ചെയ്ത് മമ്മി പുറകിൽ നിന്ന് വന്ന് ഓർപ്പിച്ച് കാണും. ഇതൂടെ എടുക്ക്, പേസ്റ്റൂടെ എടുക്ക്, ബ്രഷൂടെ എടുക്ക്. അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു. ലാസ്റ്റ് മിനിറ്റ്സ് ആണ്. മണിക്കൂറുകൾ ഇനിയില്ല, ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സെഷൻസ് നിങ്ങൾ കേട്ടു, അനുഗ്രഹീതമായ ഗാനങ്ങൾ നിങ്ങൾ കേട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഈ ഹോളിൽ കഴിഞ്ഞ രാത്രിയിൽ വ്യാപരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാത്തിൻ്റെയും സമാപനം അവസാന സെഷനാണ്. ഒരു കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കേരളത്തിൽ പഠിക്കുവാൻ വേണ്ടി നല്ല ശതമാനം ആൾക്കാർക്കും താല്പര്യമില്ല. കാനഡയിലോ UK-യിലോ ജർമ്മനിയിലോ ഒക്കെ പോകാനുള്ള സാധ്യതകൾ കൂടി. എന്നാൽ ഇതൊന്നും, ഈ പറഞ്ഞ രാജ്യങ്ങൾ ഒത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാംഗ്ലൂരിലെങ്കിലും വന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ് 10-8 പേരും. ഒരു കോളേജിനെ കുറിച്ച് കേൾക്കുമ്പം, നഴ്സിംഗ് കോളേജ് ആകട്ടെ എഞ്ചിനീയറിംഗ് കോളേജ് ആകട്ടെ, ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിന്തകളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒരു നഴ്സിംഗ് കോളേജാണ്, ഒന്നാമത്തെ ചിന്ത അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. കർണാടക നഴ്സിംഗ് അസോസിയേഷൻ്റെ അഫിലിയേഷൻ ആണോ, ഏതാണ് അഫിലിയേഷൻ? കാരണം ചുമ്മാ ഒരു ബിൽഡിംഗ് കാണിച്ച് വേറൊരിടത്ത് കൊണ്ടുപോകുന്നു. വേറൊരു ഹോസ്പിറ്റലിൽ ഒരുപാട് സ്കാം ഉണ്ട് ഇങ്ങനെയുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. നമ്മൾ നല്ലതായിട്ട് തിരക്കും. സ്ഥാപനം എങ്ങനെയുണ്ട്, സ്ഥാപനം പഠിപ്പീര് എങ്ങനെയുണ്ട്, ഹോസ്റ്റൽ എങ്ങനെയുണ്ട്. ചുമ്മാ ആരും പൈസ കൊടുക്കത്തില്ല. ഒക്കുമെങ്കിൽ ഒരു ട്രിപ്പ് അവിടെ പോകും. നമ്മൾ പോയി അവിടെയുള്ള സ്റ്റുഡൻസിനോട് ചോദിക്കും, ഇവിടുത്തെ പഠിപ്പീര് എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ വല്ലതും നടക്കുന്നുണ്ടോ, ഇവിടെ പറയുന്ന പോലെ ക്ലീൻ ആണോ, ഫുഡ് എങ്ങനെയുണ്ട്, ആത്മീയ അന്തരീക്ഷം. ചില കോളേജിൽ ആൾക്കാർ അന്വേഷിക്കും, ഇവിടെ സ്പിരിച്വൽ എൻവയോൺമെന്റ് എങ്ങനെയുണ്ട്, റൂൾസ് എങ്ങനെയുണ്ട്. അല്പമെങ്കിലും ദീർഘവീക്ഷണമുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിനോട് ചേർന്ന്. ഇവിടെ ക്യാമ്പസ് ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ചോദിക്കും. ക്യാമ്പസ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ 2ാം വർഷമോ 3ാം വർഷമോ പഠനം തീരുന്ന സമയത്ത് പല ഉന്നത കമ്പനിയിൽ നിന്നും ആൾക്കാർ വന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക രീതി. ഇങ്ങനെയുള്ള ഒരു ഹോളിൽ പല കമ്പനീസ് കാണും, അവരുടെ കൗണ്ടർ അടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുത്ത 60 പേരായിരിക്കും പഠിക്കുന്നത്. അതിനകത്തെ 2-3 ആൾക്കാർ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇന്റർവ്യൂ. അപ്പോഴേ വിളിച്ച് വീട്ടിൽ പറയും, മമ്മി പ്രാർത്ഥിച്ചോണം, പാസ്റ്ററെ പ്രാർത്ഥിച്ചോണം, എൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, എൻ്റെ സെക്കൻഡ് റൗണ്ട് ക്യാമ്പസ് ഇന്റർവ്യൂ. ഈ ക്യാമ്പിന്റെ സമാപന ദിവസങ്ങളിൽ, നിമിഷങ്ങളിൽ ഒരു ഇന്റർവ്യൂവിനായി ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഒരു ഇന്റർവ്യൂയിൽ പോകുമ്പോൾ ഫസ്റ്റായി ചോദിക്കുന്ന ഒരു ചോദ്യം പാക്കേജ് എത്ര ഉണ്ടെന്നാണ്. പാക്കേജ്, ആ വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. എത്ര എനിക്ക് കിട്ടും പാക്കേജ്. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഇന്റർവ്യൂവിൽ സെലക്റ്റഡ് ആകുന്നവർ അല്ല, പ്രതികരിക്കുന്നവർ ഈ മുമ്പിലത്തെ സ്ഥലം ഒരുക്കിയിട്ടിരിക്കുകയാണ്. അവർ വിശ്വാസത്താൽ ഇവിടെ വന്ന് നിൽക്കും. പാക്കേജ് എത്ര കിട്ടും പറയാം. ചിലര് പറയുന്നത് ഈ ലോകത്തിലേത് ജോലി ചെയ്തതിനെക്കാട്ടിൽ കൂടുതൽ കിട്ടുമെന്നാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. എന്ത് പാക്കേജ് കിട്ടും? ആവശ്യമുള്ളത് തരും. ആഹാരമാണോ ആവശ്യം? കിട്ടും. വസ്ത്രമാണോ ആവശ്യം? കിട്ടും. ഞെരുക്കം എനിക്ക് വരുമോ? 100%, 100%. ആഹാരത്തിന് ബുദ്ധിമുട്ട് വരുമോ? ചില സന്ദർഭങ്ങളിൽ വന്നുവെന്ന് വരാം. വസ്ത്രത്തിന് ബുദ്ധിമുട്ട് വരുമോ? ചിലപ്പോൾ ആഗ്രഹിച്ച വസ്ത്രം വാങ്ങിക്കാൻ ഒക്കാതെ ആയി പോകാം.
രണ്ടാമത് ആൾക്കാർ ചോദിക്കുന്നത്, എനിക്ക് ഗ്രോത്ത് ഉണ്ടാകുമോ? ഈ കമ്പനി പൂട്ടുമോ? ഞാനെല്ലാം കൂടെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഈ കമ്പനി 10 വർഷം കഴിയുമ്പോൾ, അല്ല അടുത്ത വർഷം ഇല്ലെങ്കിൽ ഈ കമ്പനി പൂട്ടുമോ? ഇന്റർവ്യൂ ചെയ്യാൻ നിൽക്കുന്ന, അല്ല ഈ കമ്പനിയുടെ പ്രതിനിധിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ അത് കാര്യം ഉറപ്പോടെ പറയട്ടെ, ഈ ലോകത്തിൽ ഒരു കമ്പനി പൂട്ടിയാലും പൂട്ടാത്ത ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ ആണിത്. കാരണം എന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഉടമസ്ഥൻ പറഞ്ഞത്, ഞാൻ എന്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ലോകത്തിൽ ആർക്ക് ജോലിയില്ലാതായാലും ഒരു സുവിശേഷ വേലകന് ജോലിയില്ലാതാകത്തില്ല. കോവിഡ് ആണോ? ജോലിയുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണോ? ജോലിയുണ്ട്. മൂന്നാമത് ചോദിക്കാൻ സാധ്യത, ഒരു ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ചോദിക്കാൻ മൂന്നാമത്തെ സാധ്യത, എന്റെ പോസ്റ്റിംഗ് എവിടാ? ഡൽഹി എന്ന് പറയും പാക്കേജ് നല്ല ഗ്രോത്ത് ഉണ്ട്, പക്ഷേ എനിക്ക് ഡൽഹി പോകാനൊക്കത്തില്ല. അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ തണുപ്പ്, അവിടുത്തെ ചൂട് എല്ലാം എക്സ്ട്രീംസ്. ഐ എം നോട്ട് ഗോയിങ്. എവിടാ നിങ്ങളുടെ പോസ്റ്റിംഗ്? ഒരു കാര്യം പറയാം, എവിടാന്ന് അറിയത്തില്ല, പക്ഷേ ലോകത്തിൽ ഒരു കമ്പനിയുടെ ഉടമസ്ഥനും ചെയ്യാത്തത്, ഈ കമ്പനിയുടെ, ഈ സഭയുടെ ഉടമസ്ഥൻ പറയുക, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരാം. നീ വാടക വീട്ടിൽ താമസിച്ചാൽ ഞാൻ നിന്റെ കൂടെ അവിടെ വരാം. നിന്നെ ആർക്കും വേണ്ടാത്തവനായി നിന്റെ സംഘടനയിൽ നിന്നും നീ പുറത്താക്കപ്പെട്ടാലും ഉടമസ്ഥൻ പറയുക, നീ ഏകനല്ല, ഞാൻ വരാം, ഞാൻ നിന്റെ കൂടെ വരാം. റോമർ 12:1-2 നമ്മൾ വായിച്ച് ചിന്ത തുടങ്ങി. അതിനകത്തെ ചില ചിന്തകൾ നിമിഷങ്ങളിൽ, മണിക്കൂറില്ല ഇവിടെ, സെക്കൻഡുകൾ, നിമിഷങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ. ഒന്നും മിൻസ് ചെയ്ത് നിങ്ങളെ എന്തോ കളിപ്പിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങളെ വികാര തലങ്ങളിലാക്കി എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് അറിയാൻ പോലും വയ്യാതെ നോ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉള്ളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ ഈ 2024 ക്യാമ്പ് നിങ്ങൾക്കൊരു ചരിത്ര നിമിഷമായി മാറി. ഞാനും ഈ വേലയ്ക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്ന നിമിഷങ്ങളാണ് അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. റോമർ 12:1 തുടങ്ങുന്നത് ഇങ്ങനെയാ: ഇൻ വ്യൂ ഓഫ് ഗോഡ്സ് മേഴ്സീസ്, മനസ്സലിവിനെ ഓർക്കുമ്പോ. ഒരു അനുഗ്രഹീത പാട്ട് നമ്മൾ സാധാരണ പാടുന്നത് ഇങ്ങനെയാ: എന്ത് ഞാൻ പകരം നൽകും, നീ എന്നെ നടത്തുന്ന വിധങ്ങൾ, നീ കരുതും കരുതലിനായി, യേശുവേ നീ ഓർത്തതിനാൽ. നമുക്ക് പാടാമത് മനോഹരമായി, ഡിയോ ജിയോ ഒക്കെ വെച്ച് പാടാം, യേശുവേ നീ ഓർത്തതിനാൽ. 12:1 ചോദ്യം അത് തന്നെയാണ്. യേശുവിന്റെ, ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന് പകരമായി, മനസ്സലിവിന് പകരമായി ഞാൻ എന്ത് കൊടുക്കും? ഒരു ഹൗസ് വാമിങ്, നിങ്ങളൊരു പുതിയ വീട് പണിഞ്ഞാൽ ഒരുപാട് പേര് ഗിഫ്റ്റ് കൊണ്ടുവരും. ഒരൽപ്പം ചിന്ത ഒക്കെ ഉള്ളവർ പറയും, മക്കളോടെങ്കിലും പറയും, മോളെ നോക്കണം ആരൊക്കെയാ നമുക്ക് ഗിഫ്റ്റ് തരുന്നതെന്നൊന്ന് നോക്കണമെന്ന് പറയും. ചിലര് ഗിഫ്റ്റിൽ എഴുതും, ചിലർ എഴുതത്തില്ല. എന്തിനാ ഇത് പറയുന്നതെന്നറിയാവോ? ഇവരൊരു വീട് പണിഞ്ഞാ നമുക്ക് തിരിച്ചു കൊടുക്കണം, നോക്കണം. കല്യാണത്തിന് ഒരാൾ വന്ന് ഗിഫ്റ്റ് തന്ന അപ്പച്ചനും അമ്മച്ചിയും മാതാപിതാക്കൾ പറയും, ആ വീട്ടിലും കല്യാണം വരുന്നുണ്ട്, 3 മാസം കഴിയുമ്പം കൈവീശി പാനൊക്കത്തില്ല, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാന്നേലും നമുക്ക് എവിടുന്നേലും കിട്ടിയ സമ്മാനം ഒന്ന് തൂത്തു കുടഞ്ഞ് ഒരു റാപ്പിംഗ് ഇട്ട് കൊണ്ട് കൊടുക്കും. സമ്മാനം കിട്ടിയാ തിരിച്ചു കൊടുക്കണമെന്നുള്ള തത്വം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്കൂളിൽ 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും നിന്റെ സ്നേഹിതൻ ഗൾഫിൽ നിന്ന് ഒരാൾ വന്ന് ഒരു പെൻസിൽ നിങ്ങളുടെ കൈ വന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മി ചോദിക്കടാ ഈ പെൻസിൽ എവിടുന്ന? എൻ്റെ ശരത്ത് കൊണ്ട് ഗൾഫിൽ നിന്ന് അവന്റെ പപ്പ കൊണ്ട് തന്ന. നീ എന്തിനാ അത് വാങ്ങിച്ചേ? ഗിഫ്റ്റ് എന്തിനാ വാങ്ങിച്ചേ? ഗിഫ്റ്റ് വാങ്ങിച്ചാൽ അതിനൊരു പ്രതികരണം ഉണ്ടാകണം. Gift comes with a condition. We have to respond.
ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടാകണം. APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ തന്റെ പിതാവ് അടിച്ചത് തന്റെ ബർത്ത്ഡേ ദിവസമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, ബർത്ത്ഡേക്ക് ആഘോഷിക്കുന്ന കലാമിന് സമ്മാനമായി തന്റെ സ്നേഹിതൻ വന്നു. താൻ അത് സ്വീകരിച്ച് വീട്ടിൽ വെച്ചു. പപ്പ വന്നപ്പോ കാണിച്ചു, കണ്ടോ എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. പപ്പ മുറിയിലോട്ട് കയറ്റി നല്ല അടി കൊടുത്തിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെ കയ്യിൽ നിന്നും നീ ഗിഫ്റ്റ് വാങ്ങിക്കരുത്. ഗിഫ്റ്റ് വാങ്ങിച്ചാൽ നീ ആ വ്യക്തിയുടെ അടിമയായി പോകും. നിനക്ക് റൂൾ പാലിക്കാൻ പിന്നൊക്കത്തില്ല. ഇൻ വ്യൂ ഓഫ് ഗോഡ്സ് മെർസി, ദൈവത്തിന്റെ മനസ്സലിവ് കിട്ടിയ നമ്മളെല്ലാവരും പാപം ക്ഷമിക്കപ്പെട്ടവർ, ക്രോധത്തിന് വിധിക്കപ്പെട്ടവരിൽ മനസ്സലിവ് വന്നുവെങ്കിൽ, നരകം മാറി സ്വർഗം വന്നെങ്കിൽ, അനുസരണക്കേട് മാറി അനുസരണം വന്നുവെങ്കിൽ, അതിനു മുമ്പിൽ എന്തു ഞാൻ പകരം നൽകും? അതാ ചോദ്യം. ഒരു ഗിഫ്റ്റ് കൊടുത്താൽ ഒക്കുമോ? കുറച്ച് പൈസ കൊടുത്താൽ ഒക്കുമോ? കുറച്ച് പാട്ട് പാടിയാൽ ഒക്കുമോ? നിങ്ങളെ കൊണ്ട് ഒക്കുമോ എന്തെങ്കിലും കൊടുക്കാൻ? നിങ്ങൾക്കറിയായിരിക്കും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് അറിയാം, നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ്. ഒരു 3 വര ഒരു ടീഷർട്ടിൽ കണ്ടാൽ അഡിഡാസ് ആണ് എന്ന് നമുക്കറിയാം. ഒരു ടിക്ക് കണ്ടാൽ നൈക്കി ആണെന്ന് നമുക്കറിയാം. ഇത് കണ്ട് പപ്പായും മമ്മിയും വിളിച്ചോണ്ട് പോകുന്നതിന് ആ ടീഷർട്ട് എനിക്ക് വേണം, ആ ടിക്കുള്ള ടീഷർട്ട്. അവിടെ ചെന്ന് വില ചോദിക്കുമ്പോഴാണ് 2500 രൂപ. പപ്പ പറയും, ഈ ടീഷർട്ട് വാങ്ങിക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. മമ്മി പറയും, അച്ഛാ വാങ്ങിച്ചു കൊടുക്കുക. നിനക്ക് അങ്ങനെ പറയാം, ഞാൻ എവിടുന്ന് വാങ്ങിച്ചു കൊടുക്കും? 2500 രൂപ ഒരു ടീഷർട്ടിനോ? അവൻ നിരാശനായിട്ട് ഇറങ്ങി വന്ന് അടുത്ത ദിവസം സ്കൂളിൽ ചെല്ലുമ്പോ പറയും, നീ എവിടുന്നാടാ ഇത് വാങ്ങിച്ചേ? സ്നേഹിതൻ പറയും, എടാ ആ പുറകിലൊരു കടയുണ്ട്, അവിടെ ചെന്നാ നിനക്ക് 150 രൂപയ്ക്ക് ഇത് കിട്ടും. അതേ ടിക്ക, അതേ 3 വരയാ, 2500 ഒന്നും വേണ്ട, 150 രൂപയ്ക്ക് വഴി സൈഡിൽ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഡ്യൂപ്ലിക്കേറ്റ്സ്. ഇങ്ങനെ വല്ലതും ചെയ്യേണ്ട വരുമോ ഇവിടെ ഇരിക്കുന്നവർക്ക്? കാരണം നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നത് ദൈവമാണ്. ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? പൈസ ഉണ്ടോ? എത്ര കൊടുക്കാനൊക്കും? ഈ സർവ്വജരാജങ്ങളെ സൃഷ്ടിച്ച ജീവനുള്ള ഉന്നതനായ ദൈവത്തിന് എന്ത് കൊടുക്കാനൊക്കും? എന്തങ്ങോട്ട് വെച്ച് നീട്ടാനൊക്കും? ചിലപ്പോ നിങ്ങൾ ചിന്തിക്കും, ഞാൻ കൊണ്ടുവന്നില്ല, എന്റെ വാളറ്റ്, എന്റെ പേഴ്സ് ഞാൻ കൊണ്ടുവന്നില്ല, പപ്പ തന്നെ 50 രൂപയെ ബാക്കിയുള്ളൂ. ഇത് 10ാമത്തെ വയസ്സിൽ തിരിച്ചറിഞ്ഞ ഒരു മിഷണറിയുടെ ഒരാളുടെ പേരാണ് ജോൺ ഹോക്കിൻസ് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ആ മിഷണറി. ഈ ബാലകൻ ചെയ്തത്, 10 വയസ്സുള്ള ജോൺ ഹോക്സ്വർത്ത് എന്ന് പറഞ്ഞ വ്യക്തി, താൻ ചെയ്തത് എന്താണെന്നറിയാം? ഓഫറിംഗ് ബോക്സ് മുമ്പിൽ വന്നു, എല്ലാരും പൈസ ഇടുന്നു. ജോൺ ഹോക്സ്വർത്തിന്റെ മനസ്സിൽ, ഈ വലിയ ദൈവം എന്നെ ഓർത്ത് ഈ ലോകത്തിൽ വന്ന് എനിക്ക് വേണ്ടി മരിച്ച ദൈവം, ഞാൻ എന്തോ കൊടുക്കുന്നേ? 5 രൂപയോ 10 രൂപയോ? ജോൺ ഹോക്സ്വർത്ത് ചിന്തിക്കുക, ബാസ്ക്കറ്റ് ഇവിടെ വരെ വന്നു, മനസ്സിൽ താല്പര്യമില്ല. ഈ പൈസ ദൈവത്തിനോ? ബാസ്ക്കറ്റ് അടുത്ത് വന്നപ്പോ ജോൺ ഹോക്സ്വർത്ത് എന്ന 10 വയസ്സുള്ള ബോയ് ചെയ്തത് എന്താണെന്നറിയാം? ഓഫറിംഗ് ബോക്സ് കയ്യിൽ പിടിച്ച ആളോട് പറഞ്ഞു, താക്കാൻ പറഞ്ഞു. താക്ക് പിടിച്ച ആള് പറഞ്ഞു, പൈസ താക്ക്, കുറച്ചുകൂടെ താക്ക്. അവസാനം പറഞ്ഞു, താഴെ വെക്കാമോ? ഓഫറിംഗ് ബോക്സിന്റെ അകത്ത് കയറി നിന്ന് പറഞ്ഞു, എനിക്കുള്ളതെല്ലാം യേശുവിനാണ്. തിരുവല്ലയിലൂടെ വണ്ടി ഓടിക്കുമ്പം ഹോക്സ്വർത്ത് സ്കൂൾ, ഹോക്സ്വർത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ മനുഷ്യൻ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച ഹോക്സ്വർത്ത് ട്രാവൽ ചെയ്ത് ഇന്ത്യയിൽ വന്ന് മിഷണറി ആയി തീർന്ന ജോൺ ഹോക്സ്വർത്ത്. എന്ത് കൊടുക്കാനുണ്ട് കയ്യിൽ? എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ഒന്നുമില്ല. എന്റെ ഹൈറ്റ്, എന്റെ വെയിറ്റ്, ശുശ്രൂഷ പോലും മിടുക്കന്മാരല്ലേ ചെയ്യേണ്ടത്? പ്രസംഗിക്കാൻ അറിയാവുന്നവരല്ലേ ചെയ്യേണ്ടത്? പാടാൻ അറിയാവുന്നവരല്ലേ ചെയ്യേണ്ടത്? ഞാനും ഒരു CA അംഗമാണ്. അയിരൂരാണ് എൻ്റെ ലോക്കൽ ചർച്ച്.
ഓരോ പ്രാവശ്യം CA കോമ്പറ്റീഷൻ നടക്കുമ്പോ എന്റെ മനസ്സിൽ നെഞ്ചിടിപ്പാണ്. കാരണം ഒന്നിനും കഴിവില്ലാത്ത ഞാൻ പാടാൻ ഉള്ള ലിസ്റ്റ് പേരെഴുതുമ്പോ എല്ലാരും ജോമോ പാടുവോ? എനിക്കറിയത്തില്ല പാടാൻ. പ്രസംഗിക്കാൻ അറിയത്തില്ല. ഇൻസ്ട്രുമെന്റ്സ് കഴിവില്ല. എന്റെ ഫാദർ ശുശ്രൂഷിക്കുന്ന ചർച്ചിലെ ആൾക്കാർ അന്ന് ചോദിച്ചിരുന്നു, നമ്മുടെ പാസ്റ്ററുടെ മോൻ എന്താ ഇങ്ങനെ? പാസ്റ്റർ മോൻ തമ്പേർ അടിക്കുന്ന കാണാം, അങ്ങോട്ട് പോയി സാധനം എടുക്കുന്ന കാണാം. സ്റ്റേജിലുള്ള ഒരു പരിപാടിയും, പ്രസംഗമാകട്ടെ, പാട്ടാകട്ടെ, ഉച്ചത്തിലുള്ള പ്രാർത്ഥനയാകട്ടെ, ഒന്നിനും കഴിവില്ലാതെ വളരെ ടിമിഡായ, ഷൈ ആയ, പേടി ഒരുപാടുള്ള, കൈ വിയർക്കുന്ന, കൈ വിറയ്ക്കുന്ന ചെറുപ്പക്കാരനായ ഞാൻ, CA അംഗമായി വളർന്ന ഞാൻ ഒരിക്കൽ പോലും ഒരു കോമ്പറ്റീഷനും ഫസ്റ്റ് വാങ്ങിച്ചിട്ടില്ല. വാങ്ങിക്കാനുള്ള കഴിവില്ല. സ്റ്റേറ്റ് കോമ്പറ്റീഷന് ചാമ്പ്യൻ ഞാനായിട്ടില്ല. ഞാൻ ചിന്തിച്ചത് എന്നെ കൊണ്ട് ഈ പരിപാടികൾ നടക്കത്തില്ല. ഇന്നും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ സെഷന് കയറുന്നതിന് മുമ്പും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാ കയറിയത്. ദൈവമേ, എനിക്ക് കഴിവില്ല ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ ഇങ്ങനെ ഒരു ക്യാമ്പിൽ 19 വർഷം മുമ്പ് കേട്ടു ഈ ശബ്ദം. എന്ത് ശബ്ദമാ കേട്ടത്? കേട്ടത് ഇതാ: യേശുവിന് നിന്നെ ആവശ്യമാണ്. പാസ്റ്റർ മകനായിരുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് പാസ്റ്റർ മക്കളായിട്ട് ഇതിനകത്ത് ഇരിക്കുന്നവർക്ക് നല്ലതായി മനസ്സിലാവും. കൊച്ചിലെ മുതലേ ഇതിനകത്തെ പ്രശ്നങ്ങൾ കണ്ടു വളർന്നത് കൊണ്ടും, വെളിയിൽ നിന്ന് നോക്കുമ്പം വെള്ളയുടുപ്പിട്ട് ഫുൾ സ്ലീവ് ഇട്ട് വന്ന് പ്രസംഗിക്കുന്ന പാസ്റ്ററെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ മുമ്പിൽ ഇരിക്കുന്നവരാൽ വെറുക്കപ്പെട്ട പാസ്റ്റേഴ്സ്, സ്വന്തം വിശ്വാസികൾ 3 വർഷത്തേക്ക് പോകുന്ന ഒരു പാസ്റ്ററെ സംബന്ധിച്ച് എല്ലാവരെയും പ്രസാദിപ്പിച്ച് ശുശ്രൂഷിച്ചില്ല എങ്കിൽ 1-ാം വർഷം കഴിയുമ്പോഴേ തുടങ്ങും, നമ്മുടെ പാസ്റ്റർ പോരാ, നമ്മുടെ പാസ്റ്റർ പോരാ, ഒരു മാറ്റം നമുക്ക് വേണം. ഇത് കണ്ട് വളരുന്ന മകനോ മകളോ ജീവിതത്തിൽ പറയും, ഈ പരിപാടിക്ക് ഞാനില്ല. ഇത് അല്പമായി കണ്ടു വളർന്ന ഞാൻ, എൻ്റെ പപ്പ പൈനറി ചെയ്ത ചർച്ചസ് എല്ലാം പൈനറി ചെയ്തായിരുന്നു. മല്ലപ്പള്ളി എന്ന് പറഞ്ഞ പ്രദേശത്ത് അന്ന് അയിരൂരിന്ന് 3 ബസ് മാറി, അയിരൂരിന്ന് കോഴഞ്ചേരി പോകുന്നു, കോഴഞ്ചേരി നിന്ന് മല്ലപ്പള്ളി പോകുന്നു, മല്ലപ്പള്ളിയിൽ നിന്ന് ആനിക്കാട് വരെ ചെല്ലുന്ന 3 ബസ് മാറി ചെല്ലുന്ന ഒരു വീടിന്റെ ഒരു മുറിയിൽ ഞങ്ങൾ താമസിക്കുന്നു. വീക്കെൻഡിൽ പോയി സുവിശേഷ വേലയാണ്. വണ്ടിയുണ്ടോ? വണ്ടിയില്ല. അവിടെ താമസിക്കുന്ന ചെരുപ്പേലിലെ കുഞ്ഞുമോനച്ചാന്റെ ടെമ്പോയുടെ പുറകിൽ കയറി എല്ലാവരും യാത്ര ചെയ്യുന്നു. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ എന്റെ പപ്പ, കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന പപ്പ റിസൈൻ ചെയ്ത് ഇതെന്തോ കാണിക്കുന്നേ? ടെമ്പോയെ കയറിയുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ, പരസ്യയോഗങ്ങൾ. സാമ്പത്തികമുണ്ടോ? ഒരു ക്രിക്കറ്റ് ബാറ്റ് വേണമെന്ന് പറഞ്ഞാൽ പപ്പ തിരിച്ചു പറയുന്നത് സ്തോത്രാഴ്ച പൈസയാ, അതുകൊണ്ട് ക്രിക്കറ്റ് ബാറ്റ് ഒന്നും വാങ്ങിക്കാനൊക്കത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം ചോദിക്ക്, ഒരു ബർമുഡ, അന്നത്തെ വലിയ കാര്യമാണ് ബർമുഡ. പപ്പ പറഞ്ഞു പ്രാർത്ഥിക്ക്, പപ്പയുടെ പൈസ ഇല്ല. ഞാൻ ഇന്ന് ഓർക്കുന്നു, ബോണറോബ എന്ന പേരുള്ള ഒരു കട മല്ലപ്പള്ളിയിൽ, അവിടുന്ന് എനിക്കൊരു ബ്രൗൺ കളറിലെ ബർമുഡ ഒരുപാട് മാസങ്ങളുടെ ആഗ്രഹം കഴിഞ്ഞ് വാങ്ങിച്ച് എൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോ എന്തോ വലിയ നിധി കിട്ടിയ പോലാണ് എനിക്ക് തോന്നിയത്. ആ വ്യക്തിയോട് നിങ്ങൾ പറയുക, ഒരു കമ്പനിയിലെ റിക്രൂട്ട്മെന്റ് നടക്കുന്നു, സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും കിട്ടത്തില്ല. ഇവിടെ ഹെപ്സറച്ചാൻ ഇരിപ്പുണ്ട്. ഹെപ്സറച്ചാന്റെ ഗ്രാൻഡ് ഫാദർ അയിരൂർ ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു. കൊച്ചിലെ വളർന്നു വന്നപ്പോ പാസ്റ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് എനിക്ക് വലിയ കലയായിരുന്നു. ഞങ്ങളുടെ പാസ്റ്ററപ്പച്ചൻ മത്തായി അപ്പച്ചൻ പ്രസംഗിക്കുന്ന പോലെ ഞാൻ മൈക്ക് പിടിക്കും. നരച്ച മുടിയായിരുന്നത് കൊണ്ട് വീട്ടിൽ പോയി പൗഡർ ഇട്ട് എൻ്റെ മുടിയും ഞാൻ നരപ്പിക്കും. പാസ്റ്റർമാരെ ഇമിറ്റേറ്റ് ചെയ്യണം. ഇങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ സുവിശേഷ വേല, ഇതിനകത്തെ ബുദ്ധിമുട്ട്, എൻ്റെ കഴിവില്ലായ്മ, നോ. ആ ക്യാമ്പിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പോലെ ഞാൻ ഏറ്റവും ബാക്കിൽ, എന്നെ ഒരു സുവിശേഷ വേലക്കാരനാക്കാൻ നോക്കരുത് എന്ന ചിന്തയിൽ ഇരിക്കുമ്പോ ഞാൻ കേട്ട ശബ്ദം ഇതാണ്: ദൈവത്തിന് വേണം. എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ കൊടുക്കാം, ഞാൻ നല്ലൊരു ജോലി സമ്പാദിക്കും, എൻ്റെ പപ്പായെ എനിക്ക് സഹായിക്കണം, ആദ്യമായി എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് നോക്കണം,
തീർച്ചയായിട്ടും ഞാൻ സുവിശേഷ വേലക്കാരെ സപ്പോർട്ട് ചെയ്തിരിക്കും. ആ സമയത്ത് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു, എൻ്റെ ഉള്ളിലൂടെ ഒരു വാൾ കടക്കുന്നത് പോലെയാണ്. നിനക്ക് ഉള്ളതെന്തോ അല്ല യേശുവിന് വേണ്ടിയേ, നിന്നെ യേശുവിന് വേണം, നിന്നെ വേണം. റോമർ 12:1 വായിക്കുമ്പോ എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരന്മാരെ, അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള യൂറോ കൊണ്ടുവാ അല്ല, നിങ്ങൾക്കുള്ള ഡോളർ കൊണ്ടുവാ അല്ല, നിങ്ങൾക്കുള്ള പൗണ്ട് കൊണ്ടുവരുക അല്ല, നിങ്ങളുടെ ശരീരങ്ങളെ. കേൾക്കണമേ, ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വേണ്ട. പഴയ നിയമത്തിൽ മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട്സാ. സബ്സ്റ്റിറ്റ്യൂട്ട്സ് പറഞ്ഞ എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കാൻ വേണ്ടി, ഹോമയാഗം കഴിക്കാൻ വേണ്ടി ഞാൻ കൈ പിടിച്ചിരിക്കുവാണ് ഒരു കാളെ, ഒരാട്ടിൻകൊറ്റനെ. എന്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണിത്. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുക, ദൈവമേ എന്റെ പാപം ക്ഷമിക്കണേ, തടിന്ന. അപ്പൊ പുരോഹിതൻ കൊണ്ടുവന്ന് അതിനെ അറക്കുന്നു. എനിക്കെന്തേലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ സുമുഖനായി നല്ല വസ്ത്രം ധരിച്ച് ഞാൻ തിരികെ പോകുന്നു. യാഗം കഴിച്ചോ? യാഗം കഴിച്ചു. വേണ്ട, എന്റെ യാഗമാണത്. അവിടെ മൊത്തം ബ്ലഡായി, അവിടെ തേണ്ട പുഹ, അവിടെ എല്ലാം കരിഞ്ഞ് ഹോമയാഗം പ്രത്യേകിച്ച് മുഴുവനായി തീരുന്ന. മറ്റ് യാഗങ്ങളിൽ ചിലത് കിഡ്നി ലിവർ മാത്രം ഓഫർ ചെയ്യുന്നുണ്ട്, ചിലതിന്റെ ഒരു പിടി മാത്രം ഓഫർ ചെയ്യുന്നുണ്ട്. ഹോമയാഗത്തിന്റെ പ്രത്യേകത മുഴുവൻ കത്തിയ അമരും. പുതിയ നിയമത്തിൽ യേശുവിന് വേണ്ടിയത് നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നിങ്ങൾക്കുള്ള പണം ഞാന് നല്ല 50% ഞാൻ കൊടുക്കും. അങ്ങനെയുള്ള വിളിയുള്ളവർ കണ്ടേക്കാം. എന്നാൽ ഇതിനകത്ത് ചിലരെ ദൈവം വിളിച്ചവരുണ്ട്. പൂർണ്ണ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ആയുസ്, ടൈം, ടാലന്റ്, ട്രഷർ, ഇതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഹോമയാഗത്തിൽ എരിയുന്നത് പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ അന്ന് സമർപ്പിച്ചപ്പോൾ അവിടെ പാടിയൊരു പാട്ടിന്റെ വരികൾ എൻ്റെ ചെവിയിൽ വരുന്നത് ഇങ്ങനെയാണ്: യാഗപീഠത്തിൽ എരിയുന്ന തീയിൽ അർപ്പണം ചെയ്ത മൃഗം ആയിതാ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവരുന്ന മൃഗമല്ല. ആ ജോൺ മിഷണറി ചെയ്തതുപോലെ ഇതാ ഞാൻ. എൻ്റെ സ്കിൻ കളർ ഇതാണ്, എനിക്കുള്ള ഹൈറ്റ് ഇതാണ്, എനിക്ക് ഇത്രമേ വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ ദൈവം എന്നെ സ്നേഹിച്ചുവെങ്കിൽ, ആ മനസ്സലിവ് എനിക്ക് കിട്ടിയെങ്കിൽ, എന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, ഇതാ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ബുദ്ധിയുള്ള ആരാധനയായി ദൈവ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ഉന്നതമായ ആരാധന. ഇത് ആരാധനയാണ്. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ദേവാലയം എന്തി, ആരാധനയ്ക്ക് ദേവാലയം വേണ്ടേ, ആരാധനയ്ക്ക് യാഗവസ്തു വേണ്ടേ, ആരാധനയ്ക്ക് പുരോഹിതൻ വേണ്ടേ? ഇതൊന്നുമില്ല. പുതിയ നിയമത്തിലെ ആരാധനയിൽ ദേവാലയം കാണുന്നില്ല, യാഗവസ്തു കാണുന്നില്ല, പുരോഹിതൻ കാണുന്നില്ല. ഞാൻ എന്നെ തന്നെ, എന്റെ ആരോഗ്യം, എന്റെ കഴിവുകൾ, എന്റെ സമയം, ഇതാ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്ന ആ ആരാധന. 19 വർഷം മുമ്പും ഞാൻ ആരാധിച്ചിരുന്നു, പാട്ടുകൾ പാടി. എന്നാൽ കഴിഞ്ഞ 19 വർഷം ഞാൻ കർത്താവിനെ ആരാധിക്കുന്നത് പാട്ടുകളിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലൂടെയാണ്. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനുള്ള ജീവിത ശൈലി 12:1 പറയുന്ന ഇങ്ങനെയാണ്: മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാലേ കൈയിട്ടടിക്കുന്നതല്ല, ശരീര അവയവങ്ങൾ അതല്ല അവിടെ അർത്ഥമാക്കുന്നത്. യുവർ ഹോൾ ബീയിങ്, നിന്റെ മുഴുവൻ ആളത്വം. അതിനകത്ത് എന്തൊക്കെയുണ്ട്? യുവർ അഫെക്ഷൻസ്, നിന്റെ സ്നേഹങ്ങൾ, യുവർ അംബീഷൻ, നിന്റെ ലക്ഷ്യങ്ങൾ, നിന്റെ സ്നേഹവും നിന്റെ ലക്ഷ്യവും. ഇവിടെ സമയമില്ലല്ലേ, നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും ഒരു പേനയും പേപ്പറും തന്നാ നിങ്ങൾ വാട്ട് ഈസ് യുവർ അംബീഷൻ എന്ന് ചോദിച്ചാൽ എഴുതും. I want to be a doctor, I want to be an engineer, I want to be a nurse, എഴുതും.
ശരീരങ്ങളെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ പേപ്പർ, ഈ അംബീഷൻ വലിച്ചു കീറി ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പറയുന്നു, ഇതായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷേ അങ്ങയുടെ ആഗ്രഹത്തിനായി ഞാൻ യാഗപീഠത്തിൽ എരിയുന്ന തീയിൽ ഒരു മൃഗം പോലെ ഇതാ ഞാൻ വരുന്നു. എന്നെ ഞാൻ ഏകിടുന്നൻ, എന്റെ മാനസവും ദേഹവും എല്ലാം നിന്റെ മുമ്പിൽ അർപ്പിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. അവിടെ 3 കാര്യങ്ങൾ ഈ ആരാധനയോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, ഒന്ന് പറയുന്നത് എന്താ? ജീവൻ, ജീവനുള്ള ആരാധന, വിശുദ്ധമായ ആരാധന, ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. എന്താ ഈ ജീവനുള്ള ആരാധന എന്ന് പറഞ്ഞാൽ? That's a radical statement. വിപ്ലവകരമായ ഒരു പരാമർശമാണ് ജീവനുള്ള യാഗം. പഴയ നിയമത്തിൽ യാഗങ്ങളെല്ലാം ചത്തുപോയി. പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം കൊലപ്പെട്ടു. They all died. നിങ്ങളുടെ മനസ്സിൽ ഭാവന ചെയ്യാമോ? ഞാനാണ് ആ പഴയ നിയമ ഭക്തനെങ്കിൽ ഒരു യാഗവസ്തുവുമായിട്ട് വരുമ്പോ ആട്, എന്റെ കയ്യിൽ ഒരു ആട് ഇരിക്കുന്നതായിട്ടൊന്ന് ഭാവന ചെയ്തേ. ആടിന് എന്തുവാ? ഇതാണ് യാഗപീഠമെങ്കിൽ അവിടെ വരുമ്പോഴേ ആട് 2 ഫ്രണ്ടിലെ ലെഗ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ബ്രേക്ക് ഇടുന്ന പോലെ ഇങ്ങോട്ട് വരുമോ? അത് ഇവിടെ ഇങ്ങനെ പുരോഹിതൻ നിൽക്കുന്നു, ഇവിടെ തീ ആളിക്കത്തുന്നു. അവിടെ വരുമ്പോഴേ ആടിനറിയാം അപകടം മടക്കുന്നു. അവിടെ വരുമ്പോഴേ 2 കാലും വെച്ച് പിന്നെ ആടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ വലിച്ചു കൊണ്ടിടണം. വലിച്ച് കൈയും കാലും കെട്ടിക്കൊണ്ടുവന്നിട്ട് പുരോഹിതൻ വെട്ടി തല വേറെയാക്കുന്നു. പുതിയ നിയമത്തിലെ ആരാധന ഒറ്റയാൾ പോലും ഇവിടെ വന്ന് നിൽക്കരുതേ, വലിച്ചു കയറ്റി. നോ, അങ്ങനെ ഒരു വലിച്ചു കയറ്റം പുതിയ നിയമത്തിൽ ഇല്ല. ജീവനുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ പ്രതിസന്ധി മനസ്സിലായിട്ടും ഇതിനകത്തെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടും എന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലായിട്ടും ജീവനുള്ള ആരാധന എന്ന് പറഞ്ഞാൽ സമർപ്പണത്തോടെ വോളണ്ടറിയായി ഞാൻ വന്ന് നിൽക്കുക. എല്ലാം ഞാൻ ഏകിടുന്നൻ. ഒരു ആനിമൽ പോലെയല്ല, ഒരു മൃഗം പോലെയല്ല, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിയായി, ഒരു മനുഷ്യ ജീവിയായി വന്ന് നിൽക്കുക. ഇതിനകത്ത് പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ, പാസ്റ്റേഴ്സ്. ഇതിനെല്ലാം ആ ചിന്താധാരയിൽ സ്വാധീനം ചെലുത്താൻ ഒക്കും. ഇന്ന് പല പാസ്റ്റേഴ്സിന്റെയും മക്കൾ, അവർക്ക് സുവിശേഷ വേല ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അവരെ തടസ്സപ്പെടുത്തുന്ന ആരാന്നറിയാം? സ്വന്തം പിതാക്കന്മാർ. ഒരു പിതാവ് പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെയാണ്: എൻ്റെ മോൻ ഈ പരിപാടിക്ക് ഇറങ്ങിയേക്കരുത്, നിനക്ക് ഇതിനകത്ത് സർവൈവ് ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. എന്തുവാ ആൾ ഉദ്ദേശിച്ചെന്നറിയാമോ? ഇതിനകത്തെ രാഷ്ട്രീയം, ഇതിനകത്തെ പാരവെപ്പ്, കാലുവലി, പുറത്തു നിന്നുള്ള കുത്ത്, ഞാൻ ഇതിനകത്ത് ഇറങ്ങി ഞാൻ നിന്നോളാം, മെയ് വഴക്കത്തോടെ കഴിവിൽ നീ ഇതിനകത്ത് ഇറങ്ങിപ്പോയേക്കല്ലേ. എൻ്റെ മുമ്പിൽ ഇന്നെന്ന പോലെ ഇരിപ്പുണ്ട് നമ്മുടെ ഒരു കർത്തൃദാസന്റെ മകൻ. അയിരൂരെ ഞങ്ങളുടെ ഭവനത്തിലിരുന്ന് ഏങ്ങലടിച്ചവൻ കരയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നെന്ന പോലെ എൻ്റെ കൺമുമ്പിലുണ്ട്. എന്തിനാ അവൻ കരഞ്ഞെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് തോറ്റുപോയിട്ടല്ല, നല്ലായിട്ട് പഠിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം സുവിശേഷ വേലയായിരുന്നു. പക്ഷെ അവനെ സമ്മതിപ്പിക്കാത്ത ആരാന്ന് ചോദിച്ചാ സ്വന്തം പിതാവ്. നീ ഇറങ്ങിപ്പോയേക്കല്ലേ, നീ മാന്യമായ ഒരു ജോലി ചെയ്ത് ജീവിക്കണം. എന്തുകൊണ്ടായി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്തെ കഷ്ടങ്ങൾ കണ്ടിട്ടായിരിക്കും, ഇതിനകത്തെ പ്രതിസന്ധി കണ്ടിട്ടായിരിക്കും, ചില സന്ദർഭങ്ങളിൽ ഇതിനകത്തെ രാഷ്ട്രീയം കണ്ടിട്ടായിരിക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടേ ഒരു സ്റ്റെപ്പ് എടുക്കാം. ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് ബാബാ എല്ലാം ശരിയാവും അല്ല. ഇതിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ട്, ഇതിനകത്ത് ഒരുപാട് പ്രതിസന്ധി ഉണ്ട്, സംഘടനയ്ക്കകത്ത് മൂല്യച്യുതി, പുഴുക്കുത്ത് ഉണ്ട്. ഞാൻ എൻ്റെ പിതാവ് ആഴമായി വേദനിക്കുന്നത് കണ്ടത് ഒറ്റ പ്രാവശ്യം മാത്രമാണ്. അതൊരു സഭയിൽ നിന്നും താൻ നേരിട്ട തിരസ്കരണത്തോടുള്ള ബന്ധത്തിലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വേദിയിലിരിക്കുന്ന ഡോക്ടർ ഐസക് വി മാത്യു സാറാണ് അന്ന് എൻ്റെ പിതാവിനെ വിളിച്ച് ബലപ്പെടുത്തിയ ഏക ലീഡർഷിപ്പിലുള്ളതിൽ ഒരാൾ.
അത് നേരിട്ട് കണ്ട ഒരു മകൻ എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ വന്നത്, ഈ ആൾക്കാരുടെ എല്ലാ വാക്കുകളും കേട്ട് തിരസ്കരണം അനുഭവിച്ച് എനിക്ക് ഏതെല്ലാം രീതിയിൽ സുവിശേഷ വേല ചെയ്യാം, എനിക്ക് ജോലി ചെയ്ത് സുവിശേഷ വേല ചെയ്യരുതോ, എനിക്ക് വേറെ ഏതെങ്കിലും അമേരിക്കയിൽ പോയി സുവിശേഷ വേല ചെയ്യരുതോ, എന്നാൽ ഈ ഇന്ത്യയിൽ ജീവിക്കണം, ഈ നിന്ന എടുക്കണം, ഈ പ്രതിസന്ധിയിൽ ചിലയിടത്തെങ്കിലും പറയരുതേ, പുള്ളിയെ വിളിക്കരുത്, പുള്ളിക്ക് പ്രസംഗം വേദി കൊടുക്കരുത്, ഇതെല്ലാം എൻ്റെ ചെവികളിലും വരും. കൊടുക്കരുത്, വിളിക്കരുത് എന്ന് പറയുമ്പോ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുള്ളൂ, ഞാനൊരു സംഘടനയെ കണ്ടുകൊണ്ടല്ല സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്, ഞാനൊരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. എൻ്റെ ആത്മമടവാളനായ യേശുവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതെങ്കിൽ, ഒരു സംഘടനയല്ല നമ്മുടെ ദൈവം, ഒരു വ്യക്തിയല്ല നമ്മളെ വിളിക്കുന്നത്. എല്ലാ വാതിലടഞ്ഞാലും നിന്റെ മുറിയിൽ ഇറങ്ങി വരുന്ന ദൈവമാ നമ്മളെ വിളിക്കുന്നത്. സംഘടനയെന്ന് മാറ്റി നിർത്താം, പക്ഷേ ദൈവരാജ്യത്തിൽ നിന്നും നീ മാറ്റി നിർത്തപ്പെടത്തില്ല. ഒരുപാട് പേരുടെ ഗുഡ് ബുക്സിൽ നിന്ന് നിന്നെ വെട്ടാം, പക്ഷേ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടെങ്കിൽ അത് മതി. നിനക്ക് വീട് പണിയാനൊത്തില്ലെങ്കിലും വണ്ടി മാറാനൊക്കുന്നില്ലെങ്കിലും വരുന്നു ഒരു ദിവസം നമ്മളെ ഉയർത്തുന്ന, എങ്ങനെ ഉയർത്തുന്ന, പിതാവിന്റെ കൂടെ ഇരുത്തി ഉയർത്തുന്ന ഒരു ദിവസം വരുന്നു. എന്റെ സിഎ അംഗങ്ങളെ, മന്ദീഭവിച്ചു പോകരുത്, അന്ധരാകരുത്. നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ ചില കാര്യം അടുത്ത നിമിഷങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ്. പൊതുവേ ഉള്ളൊരു ധാരണ എന്താണെന്നറിയോ, കേരളത്തിൽ ഇനി സഭയൊന്നും വളരാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാള് പറയുന്ന എൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഇരുന്നപ്പോൾ പറയുന്നത് കേട്ടതാണ്, കേരളത്തിലൊന്നും ജീവിച്ച് ജീവിതം കളയരുതേ. ഇതെല്ലാം പറയുന്നത് സാധാരണ ആൾക്കാരല്ല, പാസ്റ്റേഴ്സാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സഭകളിൽ 30 പേര് 40 പേര്, ഈ 40 പേരിൽ തന്നെ സ്നേഹമുണ്ടോ? അതുമില്ല. ഇനി അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം, എല്ലായിടവും പ്രശ്നം. ഇതിനകത്തൊന്നും ഇറങ്ങി ജീവിതം കളയരുതേ എന്ന് പറയുന്നവർ ഒരു വശത്ത്, എന്നാൽ ഇത് പിശാചിന്റെ കള്ളമ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയാം, നമ്മുടെ സംഘടന ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ചയല്ല ഞാൻ കാണുന്നത്. ഞാൻ വിശ്വാസത്താൽ കാണുന്നത് ഒരു പുതുജീവൻ നമ്മളിലേക്ക് ദൈവം അയക്കും. ഇതിനകത്തെ ചെറുപ്പക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കും. അഭിഷേകത്തോടെ ഈ തലമുറയിൽ പ്രവാചക ശബ്ദമായി നിൽക്കുവാൻ, ദേശങ്ങൾ മുഴുവൻ യാത്ര ചെയ്ത് ചർച്ച് പൈനറി ചെയ്യുവാൻ അപ്പോസ്തലന്മാരെ, ഇടയന്മാരെ ദൈവം ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ മാറിയിരിക്കരുത്, ഇത് നിന്റെ ദിവസമാണ്. ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു വ്യക്തി സാധാരണ ഒരു സെക്ഷനിലോട്ടോ എങ്ങോട്ടേലും ചോദിച്ചാൽ ആദ്യം പറയാൻ പോകുന്നത്, സാധാരണഗതി പറയാൻ പോകുന്നത്, ജനറലായിട്ടാണ് ഞാൻ പറയുന്നത്, സാധാരണ പറയാൻ പോകുന്നത്, ഇവിടെ ഒരു ചർച്ചും നിനക്ക് തരാനില്ല. ഒരു ബൈബിൾ കോളേജ് ഗ്രാജുവേറ്റ് ആദ്യം കേൾക്കുന്ന തിരസ്കരണത്തിന്റെ വാക്ക് അവിടെ തുടങ്ങുന്നു. നിനക്കൊരു ചർച്ച ഇവിടെ തരാനില്ല. എവിടെയെങ്കിലും പോയി ഏതേലും സ്ഥലം കണ്ടുപിടിച്ച് മാസം ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന ഞങ്ങൾ ചെയ്യാം. ആ ചെറുപ്പക്കാരൻ, 20 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ, തൻ്റെ മനസ്സിൽ വരുന്നത്, എൻ്റെ കൂടെയുള്ളവരെല്ലാവരും പഠിച്ചു, ഞാൻ ബൈബിൾ കോളേജിൽ പോയി, എന്നോടൊരു നല്ല വാക്ക് പറയാൻ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, മോനെ ഞാൻ കഴിച്ചാൽ നീയും കഴിക്കും, നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, നീ എൻ്റെ കൂടെ നിന്ന് സുവിശേഷ വേല ചെയ്യ്, നീ എൻ്റെ കൂടെ താമസിക്ക്. ഇത് പറയാൻ ആൾക്കാര് നമ്മുടെ ഇടയിൽ കുറഞ്ഞുപോയി. എല്ലാരും ദൂരെ നിൽക്കും, സുവിശേഷ വേലയിൽ തള്ളും, ഇറങ്ങിക്കോണേ ഇറങ്ങിക്കോണേ. ഇറങ്ങിയവന്റെ ഫീസിന്റെ കാര്യം എന്തോ ആകും? ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് വറിയുടെ അല്ല. ഇവൻ എന്തെങ്കിലും ഞെരുക്കത്തിൽ പഠിച്ച് വെളിയിൽ ഇറങ്ങുമ്പോ അവനെ ചേർത്ത് പിടിക്കാനും ആൾക്കാർ കുറഞ്ഞിരിക്കുന്നു. ആ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഞാൻ ഈ പ്രോസസ്സിനെ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതൊരു അഗ്നിശുദ്ധിയാണ്. നിന്റെ ശ്രദ്ധ എങ്ങും ആകിപ്പോകാതെ, നിന്റെ ശ്രദ്ധയോ നിന്റെ ആഗ്രഹമോ ഒരു നേതാവിൽ പതിയാതെ, ഒരു സംഘടനയിൽ മാത്രം ഒതുങ്ങാതെ, നീ ദൈവത്തെ മാത്രം നോക്കി ജീവിക്കാനായി ദൈവം അനുവദിക്കുന്ന ഞെരുക്കങ്ങളാണിത്. ജീവനുള്ള ആരാധന എന്ന് പറഞ്ഞാൽ, അടുത്ത ചില നിമിഷങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് അവസരം തരുമ്പോ
മുമ്പിലേക്ക് വന്ന് എന്റെ ജീവിതം യേശുവിന് എന്ന് പറയുന്നവർ, അത് ജീവനുള്ള ആരാധനയാണ്. ഒരു മൃഗത്തെ കെട്ടിവളിക്കുന്ന പോലല്ല, തന്നെ വന്ന് വോളണ്ടറിയായി, ഇന്റേണലായി, ജോയ്ഫുൾ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന നിമിഷം. അടുത്തത് പറയുന്നത് വിശുദ്ധമായതെന്നാണ്. വിശുദ്ധമായെന്ന് പറഞ്ഞാലേ, നമ്മുടെ ഓൾ ഇന്ത്യ ചെയർമാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ കോൺഫറൻസിൽ തനിക്ക് കിട്ടിയ പ്രേരണയിൽ താൻ ചെയ്തത് 30 വയസ്സിൽ താഴെയുള്ള ശുശ്രൂഷകന്മാരെല്ലാം കൈപൊക്കാൻ പറഞ്ഞു. 1000 പേരിൽ കൂടുതലുള്ള കോൺഫറൻസാണ്. ഞാൻ വളരെ കൗതുകത്തോടെ കണ്ണു തുറന്ന് നോക്കുക. 30 വയസ്സിൽ താഴെയുള്ള ശുശ്രൂഷകന്മാർ 1000 പേരിൽ കൂടുതലിരുന്ന കോൺഫറൻസിൽ എണ്ണായിരുന്നു. 1, അവിടെ ഒരാൾ, 2, 3, ആരും ഇല്ലെന്ന്. 30 വയസ്സിൽ താഴെ ഇല്ല. ഇനി ഇറങ്ങുന്നവരിലും പലരുടെ അകത്തും ഇരിക്കുന്നത് എന്താന്ന് ചോദിച്ചാ, എനിക്ക് പ്രസിഡന്റ് ആണ്, എനിക്ക് സെക്രട്ടറി ആണ്. എന്തുവാ ഈ വിശുദ്ധം എന്ന് പറഞ്ഞാൽ? വിശുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മോഹങ്ങൾ ഒന്നും തലയ്ക്ക് പിടിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ, വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. പ്രസിഡന്റ് ആകുന്നതോട് തെറ്റില്ല, ദൈവം അപ്പോയിന്റ് ചെയ്തവരാകട്ടെ. ഒരു ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമാണ്, നമ്മളെ നയിക്കാനായി വിഷണറി ലീഡേഴ്സ് ആവശ്യമാണ്. എന്നാൽ ആയില്ലെങ്കിൽ ഞാൻ പാരവെക്കുമെന്ന് പറയുന്നവർ, ആയില്ലെങ്കിൽ ഞാൻ സഹകരിക്കത്തില്ല എന്ന് പറയുന്നവർ, അത് പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തലല്ല, അത് പൈശാചികമായ പ്രവണതയാണ്. വിശുദ്ധമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ആവശ്യമുണ്ട്. CA മെമ്പേഴ്സേ, ജീവനുള്ളതും വിശുദ്ധമെന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥാനം കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ യേശുവിനെ സേവിക്കും. എനിക്ക് മാന്യത കിട്ടിയാലും ഇല്ലെങ്കിലും യേശു എന്റെ ആത്മബലവാളൻ. എനിക്ക് പ്രസംഗവേദി കിട്ടിയാലും ഇല്ലെങ്കിലും യേശുവിനോടുള്ള സ്നേഹം കുറയുന്നില്ല എന്ന് പറയുന്ന ആ വിശുദ്ധി, വേർതിരിക്കപ്പെട്ട ഒരു ജീവിത ശൈലി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഗലാത്യലേഖനം 1:10 പൗലോസ് പറഞ്ഞത്, ഇന്നും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. സുവിശേഷ വേലയിൽ ഇറങ്ങുന്ന എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. മാതാപിതാക്കൾ ചിലപ്പോൾ നിങ്ങളോട് ചെവിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എല്ലാവരോടും ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, മോനെ നീ പഠിച്ചിട്ട് വേണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീയാ നോക്കണ്ടേ, മോള് നഴ്സിംഗ് പഠിച്ച് എങ്ങനെയാലും അയർലൻഡിൽ പോയി നിന്റെ പൈസ കൊണ്ട് വേണം പപ്പായും മമ്മിക്കും ജീവിക്കാൻ. ഉത്തരവാദിത്ത ബോധം കൊച്ചിലെ വീണവർ. ഒരു കാര്യം കേൾക്കണം, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സമർപ്പിച്ചാൽ സ്വന്തം മാതാപിതാക്കളെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തില്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. 19 വർഷം മുമ്പ് ഞാൻ മിഷൻ ചലഞ്ചിൽ ഇരുന്ന് കേട്ടപ്പോ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാതെ എന്നെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തിയത് എൻ്റെ ചിന്തകളാണ്. എൻ്റെ പപ്പായും മമ്മിയെ ആര് നോക്കും? ഞാൻ ഏക മകനാണ്. ഞാനൊരു ജോലി ചെയ്ത് സാമ്പത്തികം വരുമാനം ഉണ്ടെങ്കിലേ ഇവർക്ക് എനിക്ക് കൊടുക്കാൻ ഒക്കത്തുള്ളൂ. പലപ്പോഴും സംഘടനയുടെ ഇതിൽ കാണുന്നത് എന്താണ്? ഒരാൾ 60 വയസ്സാകട്ടെ, പിന്നെ പലർക്കും പാസ്റ്ററെ വേണ്ട, പ്രായം, നമുക്കൊരു ചെറുപ്പക്കാരനെയാ വേണ്ടിയേ. പ്രായമാകുമ്പോ ആര് നോക്കും? ഞാനല്ലേ നോക്കേണ്ടത് എൻ്റെ പിതാവിനെ. സുവിശേഷ വേലയിലേക്ക് വിളിക്കാൻ എളുപ്പമാണ്, പക്ഷെ എൻ്റെ പിതാവിനെ ആര് നോക്കും? ഈ ചിന്തയോടെ ഞാൻ പുറകിലിരിക്കുകയാണ്. പക്ഷെ ആ സമയം പരിശുദ്ധാത്മാവിന്റെ അകത്ത് ആഴമായി പ്രവർത്തിച്ചു. ഞാൻ എൻ്റെ ഉള്ളിൽ കേട്ട ശബ്ദം ഇതാണ്, നിന്റെ പിതാവിനെ നിനക്ക് നൽകിയത് ഞാനാണ്. പിതാവിന് ജീവനോട് ഇരിക്കണമെങ്കിൽ ഞാൻ കനിയണം. നിന്റെ കരുതൽ കൊണ്ടല്ല നിന്റെ പിതാവ് കഴിയാൻ പോകുന്നത്. ഞാൻ നോക്കും നിന്റെ പിതാവിനെ, നിന്നെ എനിക്ക് ആവശ്യമാണ്. 19 വർഷം പുറമോട്ട് നോക്കുമ്പോൾ എൻ്റെ സാക്ഷ്യം, ഞാൻ ഉണ്ടാക്കിയതിൻ്റെ സാക്ഷ്യം എനിക്കില്ല. എൻ്റെ വല്യപ്പച്ചൻ പണിഞ്ഞ വീട്ടിലാണ് ഞങ്ങൾ ഇന്നും താമസിക്കുന്നത്. സുവിശേഷ വേലയിലൂടെ കൂട്ടിവെച്ചു, ദൈവം എന്നെ മാനിച്ചു. ആ സാക്ഷ്യം എനിക്കില്ല. ഒരു സാക്ഷ്യം എനിക്കുണ്ട്. ആവശ്യങ്ങൾ വരുമ്പോ പാട്ടുകാരൻ പറയുന്ന പോലെ എൻ്റെ ആവശ്യങ്ങളെല്ലാം
ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര വിശ്വസ്തൻ. ബൈബിൾ കോളേജിൽ പോയി ഒരു ദിവസം എനിക്ക് ഇമെയിൽ ലഭിക്കുകയാണ്. Your fee due is 70,000 rupees. If you don't clear it by this Friday, you have to vacate your room. 70,000 രൂപ ഡ്യൂ. വെള്ളിയാഴ്ചക്കുള്ളിൽ കൊടുത്തില്ല എങ്കിൽ നീ വെക്കേറ്റ് ചെയ്യണം. യു ആർ ഡിസ്ക്വാളിഫൈഡ് ടു റൈറ്റ് എക്സാം. ആ ഇമെയില് എൻ്റെ ഇമെയിൽ അക്കൗണ്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അന്ന് രാത്രി ഞാൻ എൻ്റെ പിതാവിനെ വിളിച്ചു, ബാംഗ്ലൂരിൽ നിന്ന് ഐരൂരിൽ വിളിച്ചു. പപ്പായോട് പറഞ്ഞു, പപ്പ ഇങ്ങനൊരു മെയിൽ എനിക്ക് കിട്ടി, 70,000 രൂപ നമ്മൾ കൊടുക്കണം. ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ പപ്പ പറയുമെന്നാണ്. ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, നാളെ ഫീസ് അറേഞ്ച് ചെയ്യാം എങ്ങനെയും. എൻ്റെ പപ്പ എടുത്ത വായിൽ എന്നോട് പറഞ്ഞത്, പഠിത്തം അവസാനിപ്പിച്ചേര്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വാ. എന്നെ അത് ഒത്തിരി പിടിച്ചു കുലുക്കി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ എനിക്ക് എൻ്റെ ഫീസിന്റെ കാര്യം കൊടുക്കാനില്ലാതെ ഞാൻ തിരിച്ച് വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ എന്തു ലജ്ജാകരമാണത്. അന്ന് രാത്രിയിൽ എൻ്റെ ബാഗെല്ലാം ഞാൻ പാക്ക് ചെയ്തു. എൻ്റെ മനസ്സിൽ ഞാൻ ഭാവന കണ്ടു, ഞാൻ തിരികെ പോവുകയാണ്. സുവിശേഷ വേല ഞാൻ ചെയ്യാൻ വേണ്ടി പപ്പായുടെ കൂടെ ചർച്ചിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. എന്നാൽ അടുത്ത ദിവസം പുലർച്ചെ എനിക്കൊരു ഫോൺ ലഭിക്കുന്നു. വീട്ടിൽ നിന്ന് പപ്പ വിളിക്കുക, എടാ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അച്ഛൻ വേറൊരു രാജ്യത്തിൽ നിന്ന് വിളിച്ച് അച്ഛൻ നിർബന്ധിച്ച് പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുറച്ച് ദിവസങ്ങളായി ഉള്ളിൽ തന്നോട് വാദിക്കുകയാണ്, എബി പാസ്റ്റർക്ക് പൈസ അയച്ചു കൊടുക്കണം. പപ്പ പറഞ്ഞു, നോ, നിങ്ങളെ എനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ പൈസ എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയരുത്, എന്റെ ഉറക്കം നഷ്ടപ്പെടുന്നു, ഞാൻ പൈസ ശേഖരിച്ചു വെച്ചിരിക്കുക, നിങ്ങൾക്ക് തരുവാനായി ആത്മാവിനോട് പറയുന്നു. ഇന്നലെ ആ ജേക്കപ്പച്ചാൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. ആ 70,000 രൂപ അടുത്ത ദിവസം രാവിലെ തന്നെ ഫീസ് പെയ്ഡ് എന്ന ഇമെയിൽ എനിക്ക് ലഭിച്ചു. ഇതെന്തിന്റെ കഥയാ ഞാൻ പറയുന്നതെന്ന് അറിയാമോ? നിന്നെ പണക്കാരനാക്കുന്ന കഥയല്ല. നിന്റെ ആവശ്യങ്ങൾ അവസാന നിമിഷമാണെങ്കിലും നിന്റെ വീട്ടിൽ കൊണ്ടുവരുന്ന അത്ഭുതത്തിന്റെ കരം, അത്ഭുതത്തിന്റെ ജീവിതത്തിലേക്കാണ് യേശു നിന്നെ വിളിക്കുന്നത്. കണക്കുകൂട്ടലിന്റെ ജീവിതമല്ലിത്, ഇത് വിശ്വാസ ജീവിതമാണ്. എല്ലാം പ്രതീക്ഷിച്ച് SABC ബൈബിൾ കോളേജിൽ ഞാൻ പോയി. ഈ നാട്ടിലെ എല്ലാ, ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യങ്ങളും കണ്ടു മടുത്ത ഞാൻ, യേശുവേ അങ്ങയുടെ ത്യാഗത്തിന് മുമ്പിൽ എന്റെ ശരീരം ഇതാ, എന്റെ കയ്യിലുള്ളതൊന്നല്ല, എന്നെ തന്നെ ഇതാ. അങ്ങനെ SABC ചെന്നപ്പോ, SABCയിൽ എല്ലാ ശനി ഞായറും നമ്മൾ വെളിയിൽ പോയി ഓരോ ചർച്ചിൽ ശുശ്രൂഷ ചെയ്യണം. അതിന്റെ ഇവാലുവേഷൻ ഉണ്ട്. അതിനനുസരിച്ചാണ് നമ്മളുടെ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നെ പറഞ്ഞ് അവിടുത്തെ മലയാളി ചർച്ചിലെ ഒരു വലിയ ചർച്ചിലാണ് എന്നെ വിട്ടത്. അവിടെ ചെന്നപ്പോൾ ആ പാസ്റ്റർ എന്നോട് ചോദിച്ചു, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാ അല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എന്താ നിങ്ങളുടെ ഗിഫ്റ്റിംഗ്, നിന്റെ താലന്ത് എന്തുവാ? ആദ്യമായിട്ടാ എന്നോട് ഒരു വ്യക്തി അത് ചോദിച്ചത്. എന്നെ വളരെ പേടിപ്പിച്ച ചോദ്യം, എന്റെ താലന്ത് എന്താ? പാസ്റ്റർ ചോദിച്ചു, അടുത്ത ആഴ്ച കീബോർഡ് ഉണ്ട്, വായിക്കാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല പാസ്റ്ററെ, കീബോർഡ് എനിക്ക് അറിയത്തില്ല. ഗിറ്റാർ ഉണ്ട്, വായിക്കാമോ? എനിക്ക് അറിയത്തില്ല പാസ്റ്ററെ. പാടാമോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ പാടിയിട്ടില്ല പാസ്റ്ററെ. പ്രസംഗിക്കാമോ? ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല പാസ്റ്ററെ. പാസ്റ്റർ എന്നെ നോക്കി, പാസ്റ്റർ മോനല്ലേ, ഒന്നും അറിയത്തില്ലേ? പാസ്റ്റർ, ഞാൻ വേറൊരു രീതിയില്ല, എനിക്ക് അങ്ങനെ ഒരു കഴിവ്, മുമ്പിൽ നിൽക്കാനുള്ള കഴിവില്ല. പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, അടുത്ത ആഴ്ച ജോ പ്രസംഗിക്കണം, 20 മിനിറ്റ് തരാം, ജോ പ്രസംഗിക്കണം. ആ ഞായറാഴ്ച വണ്ടി കയറി SABCയിലോട്ട് പോയത് ഞാൻ ഇന്നും ഓർക്കുന്നു. എന്നെ അപ്പോഴേ വിറക്കുകയാണ് അടുത്ത ഞായറാഴ്ചത്തെ കാര്യം ഓർത്ത്. തിങ്കൾ മുതൽ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിലിരിക്കുമ്പോൾ അല്ല എൻ്റെ മനസ്സിൽ, ഞാൻ അടുത്ത ആഴ്ച അവിടെ എങ്ങനെ നിൽക്കും? എല്ലാവരും 10-250 പേര് എന്നെ നോക്കി, ഞാൻ വെള്ളയുടുപ്പ് ഇട്ട് ബൈബിളും പിടിച്ച്, ഞാൻ എന്തു പറയും? എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സൂക്ഷം പോലെ വെളിപ്പാട് പുസ്തകം 3-ൽ നിന്നൊരു വാക്യമൊക്കെ തയ്യാറാക്കി ഞാൻ അവിടെ പോയി നിന്നത് എനിക്കറിയാം. എന്താ പ്രിപ്പയർ ചെയ്ത്, ഒരാഴ്ച പ്രിപ്പയർ ചെയ്തത് ഞാൻ മറന്നുപോയി. പഴയ നിയമമാണോ പ്രിപ്പയർ ചെയ്തത്, പുതിയ നിയമമാണോ? ഒരു കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ എനിക്കറിയത്തില്ല എന്തോ ഞാൻ പ്രിപ്പയർ ചെയ്ത്.
ഞാൻ നോക്കിയപ്പം കുറിവാക്യം കണ്ടു, ഞാൻ വായിച്ചു. ഒരു രീതിയിൽ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് ഞാൻ പോയിരുന്നു. ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സർവീസ് കഴിഞ്ഞപ്പോൾ ജോ ഒരു 2-3 മിനിറ്റ് നിൽക്കണേ, ഒരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ജോയോട് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരനായ 19 വയസ്സ് 20 വയസ്സാകുന്നേ ഉള്ളൂ ഞാൻ. അവിടെ ഞാൻ നിൽക്കുക, എന്താ ഇവർ പറയാൻ പോകുന്നത്. കമ്മിറ്റി കൂടി കഴിഞ്ഞിട്ട് പാസ്റ്ററിനോട് പറഞ്ഞു, ജോ, കമ്മിറ്റിക്കാരൊക്കെ ചോദിക്കുന്നു, എല്ലാ വർഷവും എല്ലാ ആഴ്ചയും ജോ വരുന്നതിന് 100 രൂപ അവർ തരുന്നുണ്ടല്ലോ, വാഹനം ബസ്സിൽ കയറി വരുന്നതിന് വേണ്ടി. അപ്പൊ ജോയ്ക്ക് 100 രൂപ തരുന്നതിനോട് കമ്മിറ്റിക്ക് താല്പര്യമില്ല. കാരണം ജോയ്ക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ. ജോ, ഒരു കാര്യം ചെയ്യും, കോളേജിൽ പോയി പറ വേറൊരു ചർച്ചിലേക്ക് എന്നെ വിടാൻ. ഇത് കേട്ട എനിക്കുണ്ടായ തിരസ്കരണം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എല്ലാം ഉപേക്ഷിച്ച് നല്ലതായിട്ട് BCom ഞാൻ കോഴഞ്ചേരി കോളേജിൽ പഠിച്ചതാണ്. ക്ലാസ്സിലെ സെക്കൻഡ് ആയിരുന്നു ഞാൻ. വീട്ടിലെ ആവശ്യം നോക്കുമ്പോൾ പഠിക്കണം ഞാൻ. ഇതെല്ലാം വിട്ട് ബൈബിൾ കോളേജിൽ പോയിട്ട് ആദ്യം പറയുന്നത്, വേറെ എവിടെയെങ്കിലും പോയാട്ട് ഇവിടെ അവസരങ്ങൾ ഇനിയില്ല, അടുത്ത ആഴ്ച മുതൽ ഇങ്ങോട്ട് വരണ്ട. SIBC ഞാൻ തിരിച്ചു ചെന്ന് തിങ്കളാഴ്ച പറഞ്ഞു, സാറേ എന്നെ സ്ഥലം ഒന്ന് മാറ്റണം, വേറൊരു ചർച്ചിലേക്ക് എന്നെ വിടണം. അവിടെ ഇരുന്ന സാറ് ഇന്നും ഉണ്ട്. സാർ അവിടെ. സാർ എന്നോട് പറഞ്ഞു, വി വോണ്ട് ചേഞ്ച് ലൈക്ക് ദാറ്റ്, വി ആർ പുട്ടിങ് യു ഫോർ 1 year, യു ഹാവ് ടു ഗോ ദേർ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ വാണ്ട് ടു ചേഞ്ച്, എനിക്ക് മാറാനല്ല, ദേ ഡോണ്ട് വാണ്ട് മീ. പാസ്റ്റർ പറഞ്ഞു, സോറി ഗോഡ് വിൽ യൂസ് യു എന്ന് പറഞ്ഞൊരു വലിയ ചർച്ചിൽ നിന്നും 20 പേരുള്ളൊരു പാസ്റ്റർ റെനി യോഹന്നാൻ ഇന്നും ഉണ്ട്. ഇവരെല്ലാം ഇന്നും ബാംഗ്ലൂരിലുണ്ട്. ആ ഒരു 20 പേരുള്ളൊരു വീട്ടിൽ എന്നെ വിട്ടു. ചരിത്രം ഒത്തിരിയുള്ള ചരിത്രം കൊച്ചാക്കി പറയാം. 3-ാമത്തെ വർഷം ഗ്രാജുവേഷൻ സംഭവിക്കുമ്പോൾ 10,000 പേര് പങ്കെടുക്കുന്ന വലിയ ഗ്രാജുവേഷനാണ് SIBC ഗ്രാജുവേഷൻ. 2010 140ഓളം പേര് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും. ഒരു സ്റ്റുഡന്റിന് പ്രസംഗിക്കാനുള്ള അവസരം കിട്ടും. ഈ 4000 പേരുടെ മുമ്പിൽ എല്ലാ സൂപ്രണ്ടന്മാരുടെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്താൻ ഒരു സ്റ്റുഡന്റിന്. 2007 ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, അതെനിക്ക് വിസ്മരിക്കാൻ ഒക്കത്തില്ല. അവിടുത്തെ ഒരു കോൺഫറൻസിന് വേണ്ടി നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PS ഫിലിപ്പ് അവിടെ വന്നിരുന്നു. എന്നോട് പറഞ്ഞു, ജോ, എനിക്ക് നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ മുട്ടുകുത്തി കർത്താവിന്റെ ദാസന്റെ മുമ്പിൽ നിന്നു. മുട്ടുകുത്തി നിന്ന് എന്നോട് പാസ്റ്റർ PS ഫിലിപ്പ് അന്ന് പറഞ്ഞു, എടാ, ഇവിടെ ഞാൻ പഠിച്ചപ്പോൾ ഞാനായിരുന്നു ഗ്രാജുവേഷൻ സ്പീക്കർ. എന്റെ മനസ്സിൽ പിന്നെയും ഒരു നാണം കേടാ ഉണ്ടായത്. പാസ്റ്ററെ, ഞാൻ പാസ്റ്ററെ പോലൊരു വ്യക്തിയല്ല, എനിക്കിതൊന്നും ഒക്കാത്ത ആളാന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പറയുന്നതിന് മുമ്പ് പ്രാർത്ഥന തുടങ്ങി. ഞാനായിരുന്നു ഇവിടെ പഠിച്ചപ്പോൾ ഗ്രാജുവേഷൻ സ്പീക്കർ, നിനക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. 2010 ഈ 4000 പേരെ സാക്ഷി നിർത്തി ഈ ബലഹീനനായ കൈ വിറയ്ക്കുന്ന എന്നെ ദൈവം നിർത്തിയെങ്കിൽ, ദൈവമക്കളെ, ഇത് കൈയടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. കഴിവില്ലാത്ത നിന്നെ യേശുവിന് ആവശ്യമാണ്. കഴിവില്ലാത്ത സഹോദരി, നിന്നെ യേശുവിന് ആവശ്യമാണ്. എൻ്റെ മാതാപിതാക്കൾ എന്നോടും സിസ്റ്ററോടും പറഞ്ഞ ഒരു കാര്യമുള്ളൂ. എൻ്റെ സിസ്റ്റർ നന്നായി പഠിക്കുന്നയാളായിരുന്നു. ഇന്നും തിരുവല്ലയിൽ ടൈറ്റസ് ട്രെയിനിങ് കോളേജിൽ ചെല്ലുമ്പോൾ അവരുടെ റാങ്കിന്റെ ബോർഡിലുണ്ട്, അനു സൂസൻ എബ്രഹാം ഫസ്റ്റ് റാങ്ക് MG യൂണിവേഴ്സിറ്റി, MG സർവകലാശാലയിൽ 2 പ്രാവശ്യം റാങ്ക് വാങ്ങിച്ച ആളാണ് എൻ്റെ സിസ്റ്റർ. ഞങ്ങളുടെ മാതാപിതാക്കൾ എന്നോടും എൻ്റെ സിസ്റ്ററോടും പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലേ ഒക്കത്തുള്ളൂ. ഏതിലാ? എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു, നീ ഒരു പാസ്റ്ററെ കല്യാണം കഴിക്കണം, ഞങ്ങൾ സന്തോഷിക്കും. എന്നോട് പറഞ്ഞു, നീ ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാകണം, ഞങ്ങൾ സന്തോഷിക്കും. വിദേശത്തിൽ പോയാൽ, വണ്ടി വാങ്ങിച്ചാൽ, പപ്പായ്ക്കും മമ്മിക്കും ഇതൊന്നും വേണ്ട, നിങ്ങൾ സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വരുന്നത് കാണണം. അങ്ങനെയുള്ള മാതാപിതാക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ കേൾക്കണമേ. എൻ്റെ സിസ്റ്റർ പാസ്റ്ററിനെ വിവാഹം കഴിച്ചു. ഭോപ്പാലിൽ അനുഗ്രഹീതമായ സുവിശേഷ വേല ഇന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭോപ്പാലിൽ പോയി എൻ്റെ സഹോദരി അവിടെ യാത്ര അയച്ചപ്പോൾ തിരിച്ച് ഞങ്ങൾ വന്നത് ആഹ്ലാദിച്ചല്ല, ഹൃദയം വിങ്ങിയ തിരിച്ചു വന്നത്. വിവാഹാലോചനകൾ വരാഞ്ഞിട്ടല്ല, സുവിശേഷ വേലയിൽ ഈ ലോകക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ വലുതായിട്ടുള്ളത് ചിന്തിക്കാൻ
പഠിപ്പിച്ചത് കൊണ്ടും ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. ഞാൻ ഇടയ്ക്കൊക്കെ മാറിയിരുന്ന് അവരെ നോക്കും. കർത്താവേ, ഇവരുടെ ഭാവി എന്താവും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ നടത്തുവാൻ അവൻ ശക്തനാണ്. സുവിശേഷ വേല എന്ന് പറയുന്ന ഒരു മാജിക് അല്ല, കളിപ്പിക്കലല്ല. ബാബാ നീ ഏറ്റവും വലിയവനാകും അല്ല. നിനക്ക് കഴിവില്ലെങ്കിൽ അവൻ കഴിവ് തരും. നിനക്ക് ആവശ്യമുള്ളത് അവൻ നൽകി തരും. ഏത് തിരസ്കരണം ഉണ്ടായാലും യേശു നിന്റെ കൂടെ നിൽക്കും. ഈ ലോകത്തിൽ നിന്നൊരിക്കൽ നീ കടന്നു പോകുമ്പോ സമ്പത്ത് നിന്നിൽ ശൂന്യത ഉണ്ടാക്കും, പക്ഷെ യേശു നിന്നിൽ സമൃദ്ധിയായ ജീവൻ ഉണ്ടാക്കും. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോ എത്രമാത്രം സന്തോഷത്തോടെ നിൽക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ ഇങ്ങോട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവിടെ ഇരുന്നപ്പോ എൻ്റെ മനസ്സ് നന്ദി കൊണ്ട് നിറയുകയാണ്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ മാറ്റപ്പെടുന്ന ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. സ്വർഗജരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ദാസനായി ആ രാജ്യത്തിന് വേണ്ടി ഒരു കാര്യം പറയാൻ എനിക്ക് കിട്ടിയ അവസരം ഇതെത്ര ഉന്നതമായ അവസരമാണ്. നിങ്ങളുടെ ശരീരങ്ങളെ അതിക്കുറച്ചുള്ള ഒന്നിനും യേശുവിന് വേണ്ട. സബ്സ്റ്റിറ്റ്യൂട്ട്സ് യേശുവിന് വേണ്ട. ഞാൻ പൈസ കൊടുത്തേക്കാം, നോ, നിങ്ങളെ വേണം. നിന്റെ കരങ്ങളെ വേണം, നിന്റെ കണ്ണുകളെ വേണം. പല പാസ്റ്റേഴ്സിന്റെ മക്കളുടെ വിവാഹ ആലോചന പരസ്യങ്ങളൊക്കെ കാണുമ്പോ ഹൃദയം വേദനിക്കുന്നു. പാസ്റ്റർമാരൊഴികെ ആരെയും പരിഗണിക്കും. ഷെയിംഫുൾ, നിന്ദാകരമാണത്. നമ്മുടെ ഭവനത്തിൽ ത്യാഗം കണ്ടെങ്കിൽ അത് ത്യാഗം വേണ്ട എന്ന് പറയാനുള്ളതല്ല, അതേ ത്യാഗം, അതേ ക്രൂശ് ഞാൻ എടുക്കുമെന്ന് പറയാനുള്ളതാണ്. മാതാപിതാക്കൾ അതിന് തടങ്കൽ പറഞ്ഞാലും, മോളെ നീ നല്ലതായിട്ട് പഠിക്കണം, നല്ല ജോലി സമ്പാദിച്ച് നീ ഒത്തിരി പൈസ ഉണ്ടാക്കണം. ആ സമയത്ത് മമ്മി ഞാൻ നല്ലതായിട്ട് പഠിക്കാം, എനിക്ക് നല്ല ജോലി യേശുപ്പച്ചൻ തരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ എനിക്കൊരു പാസ്റ്ററെ വിവാഹം കഴിക്കണം, എനിക്ക് സുവിശേഷ വേലയിൽ ഒരു ഭാഗമാകണം എന്ന് പറയുന്ന ആ നിന്ന ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാ ചോദ്യം. നല്ല ആരോഗ്യം, നല്ല കഴിവുള്ള ദിവസങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് പലരും പാസ്റ്റർ ആകുന്ന പോലെ നല്ല സമയങ്ങൾ 10-30 വർഷം എല്ലാം ലോകത്തിന് വേണ്ടി ഓടിയിട്ട് അവസാനം എനിക്കൊരു ഓർഡിനേഷൻ തരാമോ? കാരണം ഇനിയുള്ള സൃഷ്ടായുസ് വെള്ളയുടുപ്പ് ഇട്ടുകൊണ്ട് ഒരു പാസ്റ്ററാകുന്ന അതല്ല ഞാൻ പറയുന്നത്. നല്ല ചെറുപ്പത്തിൽ 20 വയസ്സിൽ 25 വയസ്സിൽ ശബ്ദം ഇടറിക്കഴിഞ്ഞിട്ടല്ല, മുട്ടുവേദന വന്നു കഴിഞ്ഞിട്ടല്ല, നല്ല ആരോഗ്യമുള്ളപ്പോ ആ ആരോഗ്യം മുഴുവൻ ഭാരതത്തിന്റെ സുവിശേഷീകരണത്തിന് മാറ്റിവെക്കാൻ ഞാൻ പോകാം എന്ന് പറയുന്ന ആ സമർപ്പണം. നമ്മളൊരു വാക്യം വായിച്ചില്ലേ, റോമർ 12:1-2. ഇന്ത്യയിലെ 85% ഭാഷകളിൽ ആ വാക്യങ്ങൾ തർജിമ ചെയ്തിട്ടില്ല. 85% ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് അവർക്ക് ആ വാക്യം അവരുടെ ലിപികളിൽ, ഭാഷയിൽ വായിക്കാൻ ഒക്കുന്നില്ല. 15% നമ്മൾ മലയാളത്തിലും ഹിന്ദിയിലും ഉറുദുവിലും ഒക്കെ വായിക്കുന്നു. കിടക്കുന്നു ഇന്ത്യ. 3/2 ഭാഗം മൊത്തത്തിൽ വേൾഡ് പോപ്പുലേഷനിലെ എത്നിക് ഗ്രൂപ്പ്സ് റീച്ച് ചെയ്യാതെ കിടക്കുന്ന അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പിൽ 1/3 സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഞാൻ സഞ്ചരിക്കാറുണ്ട്. രാജസ്ഥാനിലൂടെയും ഉദയപൂരിലൂടെയും ഭോപ്പാലിലൂടെയും ഡൽഹിയിലൂടെയും നമ്മൾ ഈ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോ എന്തോ ഇന്ത്യയിലെ അവസ്ഥ. നമ്മൾ കാണുന്നതെല്ലാം സിറ്റിയിലെ കേരളത്തിന്റെ ഗ്ലാമർ കാണുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളയുടുപ്പിട്ട ആൾക്കാർ പോകുന്നു, ഷോൾ ഇടുന്നു, ബൈബിൾ പിടിക്കുന്നു. ഇന്ത്യയിൽ ഭയങ്കര ആവശ്യമുണ്ട്. ഈ കമ്പനിക്ക് വേക്കൻസി ഉണ്ടോ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുമ്പിലോട്ട് വന്നാലും എല്ലാവർക്കും വേക്കൻസി ഉണ്ട്, പക്ഷെ എല്ലാവരും മുമ്പിലോട്ട് വരരുത്. ഇതൊരു പ്രത്യേക വിളിയാണ്. നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ ഞാൻ സംസാരിച്ചത് കഥ പോലെയല്ല നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് വിളിയുണ്ടെങ്കിൽ എമ്മോസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാർ യേശു കൂടെ ചേർന്ന് നടന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ അവരുടെ ഉള്ളം
കത്തിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിന്റെ ഹൃദയം തീക്കനൽ പോലെ ആകുന്നുവെങ്കിൽ, അതെ, എന്നെ കുറിച്ചായി പറയുന്നത്. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ സമർപ്പിതനാണ്. ഞാൻ ഡോക്ടർ ആയാലും MBBS പഠിച്ചാലും സുവിശേഷ വേലയായിരിക്കും എൻ്റെ പ്രയോറിറ്റി. ഞാനൊരു പാസ്റ്ററുടെ വിവാഹാലോചന വന്നാൽ ഒരിക്കലും ഞാൻ നോ പറയത്തില്ല. ഞാൻ സുവിശേഷ വേലയെ സ്നേഹിക്കുന്നു. എനിക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം. അങ്ങനെയുള്ള നിങ്ങളെ ഈ നിമിഷം ഞാൻ ആഹ്വാനം ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇവിടെ സമർപ്പണത്തിനായിട്ട് ഒരു ഗാനം ഇവിടെ പാടാൻ പോവുകയാണ്. വൈകാരികമായി ഒരു തീരുമാനവും ഇതിനകത്താരും എടുക്കരുത്. ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ, റീസണബിൾ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്തിട്ട് അത് ഓർക്കുമ്പോ ഞാൻ എന്നെ തന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം എന്ന് അർത്ഥമാക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൈയടിക്കുന്ന ശരീരത്തിന്റെ കാര്യമല്ല. എൻ്റെ മുഴുവൻ ആഗ്രഹങ്ങൾ, മൈ അഫെക്ഷൻ, മൈ വിൽ, എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സമയവും എല്ലാം യേശുവിന്. ജീവനും വിശുദ്ധിയും. ലോകം വലുതാക്കാനല്ല, വിശുദ്ധമായ വേറിട്ടൊരു ചിന്ത. ലോകത്തെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി തീരുവാൻ. ഈ ഗാനത്തിന്റെ വരികൾ ഇവിടെ പാടാൻ തുടങ്ങുകയാണ്. എല്ലാവരും കണ്ണുകളെ ദൈവസ്ഥലിൽ അടയ്ക്കണം. എന്തിനാ കണ്ണടയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, വൈകാരികത ഉണ്ടാക്കാനല്ല, ഏകാഗ്രത കിട്ടാൻ വേണ്ടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കരുത്. ചിലരുടെ മനസ്സിൽ വരുന്നത് എന്താണെന്നറിയാമോ? ഇവള് പോവാണെങ്കിൽ ഞാനും പോവും. അങ്ങനെ ഒരാൾ പോലും അവള് പോകുന്നത് കൊണ്ട് ഇവിടെ വരരുത്. അവൻ പോവാണേ ഞാനും പോവും. അങ്ങനല്ല സുവിശേഷമല്ല. നീ ഒറ്റപ്പെടും. ഞാൻ ഒറ്റപ്പെട്ടു, പലപ്പോഴും ഇന്നും ഒറ്റപ്പെടുന്നു. ഒറ്റപ്പെടേണ്ട വന്നാലും അതിന്റെ സ്റ്റാർട്ടാണ് ഇന്ന്. ദൈവം ഹൃദയത്തിൽ പരിവർത്തിക്കുന്നുവെങ്കിൽ ഈ ഗാനത്തിന്റെ വരികൾ കേൾക്കുമ്പോ ഞാൻ ഈ യേശുവിന് പകരം കൊടുക്കും. എൻ്റെ കയ്യിലുള്ളതൊന്നുമല്ല, എന്നെ തന്നെ ഞാൻ ദൈവം മുമ്പാകെ ഏൽപ്പിക്കുന്നു. ബൈബിൾ കോളേജിൽ പോകാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ ബൈബിൾ കോളേജിൽ പോകും. ഇനി ബൈബിൾ കോളേജിൽ പോയില്ലെങ്കിലും സുവിശേഷ വേലയായിരിക്കും എൻ്റെ നെഞ്ചെടുപ്പ്. കർത്താവിനെ മറന്നുകൊണ്ട് ഒരു വീട് എനിക്ക് വേണ്ട, ഒരു കരിയർ എനിക്ക് വേണ്ട. ഞാൻ ഏത് രാജ്യത്തിൽ ജീവിച്ചാലും എവിടൊക്കെ ദൈവമാക്കിയാലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി ഞാൻ ജീവിക്കും. അങ്ങനൊരു സമർപ്പണമുള്ളവർ ഈ വരികൾ പാടുന്ന നിമിഷങ്ങളിൽ അതാത് സ്ഥാനങ്ങളിൽ ഇപ്പൊ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ പൊതുവായ ഒരു സമർപ്പണമുള്ളവർ ഈ സമയം തന്നെ ഈ പാട്ടിന്റെ വരികൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞതുപോലെ സുവിശേഷ ആത്മാവോടെ ജീവിപ്പാൻ സമർപ്പണമുള്ളവർ അതാത് സ്ഥലങ്ങളിൽ കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ദൈവത്തിന്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ. ഇതൊരു പൊതുവായ കോളാണ് ഞാനിപ്പോ ചെയ്തത്. നിങ്ങളുടെ പ്രൊഫഷനോടൊപ്പമാണെങ്കിലും കർത്താവിനെ ഞാൻ സേവിക്കും. എന്നാൽ എൻ്റെ പൂർണ്ണ സമയം ഞാൻ യേശുവിന് വേണ്ടി കൊടുക്കും. എൻ്റെ ആരോഗ്യം, മൈ ടൈം, മൈ ടാലന്റ്, മൈ ട്രഷർ, എൻ്റെ നിക്ഷേപങ്ങൾ യേശുവിനുള്ളതാണ്. എൻ്റെ ആദരം യേശുവിനുള്ളതാണ്. എൻ്റെ ശബ്ദം യേശുവിൻ്റെതാണ്. എൻ്റെ കണ്ണ് യേശുവിൻ്റെതാണ്. പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നവർ മാത്രം ഈ സമയം അവിടെ നിന്ന് നിങ്ങളുടെ കസാരകൾ ഉപേക്ഷിച്ച് ഈ മുമ്പിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കൈപിടിക്കുന്ന ഒരു ദിവസമായി ഇത് മാറട്ടെ. 19 വർഷം മുമ്പ് എന്നെ സ്പർശിച്ച യേശു നിങ്ങളെ സ്പർശിക്കുന്ന ദിവസമായി മാറട്ടെ. ഓടി മുമ്പിലേക്ക് വരാം, ധൈര്യത്തോടെ നടന്ന് മുമ്പിലേക്ക് വരാം. യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഈ കൊച്ചു പ്രായത്തിൽ നീ എടുക്കുന്ന ഈ തീരുമാനം, കാലം മാറിയാലും ദൈവം ഈ തീരുമാനം മറക്കത്തില്ല. സംഘടന മറന്നാലും ദൈവം നിന്നെ മറക്കത്തില്ല. കഴിവില്ലാത്തവനെ വേദിയിൽ നിർത്തുന്ന ദൈവത്തിന്റെ മഹത്വം, വിക്കുള്ളവന്റെ വിക്ക് മാറ്റി അവനെ പ്രവചന ദൂത് പറയിപ്പിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. ഈ ക്യാമ്പിന്റെ സക്സസ് എന്ന് പറയുന്നത് ഇവിടെ വിളമ്പിയ പൊറോട്ടയും ബീഫ് കറിയുമല്ല,
ഈ ക്യാമ്പിന്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ താമസിച്ച മുറികളല്ല. ഈ ക്യാമ്പിന്റെ സക്സസ് എന്ന് പറയുന്നത് എനിക്ക് യേശു മതി എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരാണ്. അവിടെ പുറകിലൊക്കെ നിൽക്കുന്നവർ കൈകളെ ഇവർക്ക് നേരെ നീട്ടി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ഈ ഗാനത്തിന്റെ വരികൾ സമർപ്പണത്തോടെ ചേർന്ന് പാടാം. മുമ്പിൽ നിൽക്കുന്നവർ കരങ്ങളെ ഉയർത്തി മാനസം ദേഹി ദേഹം യെസ് ലോർഡ് നിന്നീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നേ മാനസം ദേഹി ദേഹം നിന്നീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ ഒന്നും പിടിച്ചു വെക്കാതെ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി കയ്യിൽ തന്നിടുന്നു. പോകട്ടെ നിനക്കായി ഞാൻ, പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. പോകട്ടെ പോകട്ടെ നിനക്കായി പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. എന്റെ മനസ്സിൽ പ്രേരണയുള്ളത് കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു. ആ ഹൃദയത്തിലെ ഭയവും സംശയവും മാറ്റി ഈ മുമ്പിലോട്ട് വരിക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതൊരു യുദ്ധമാണ്, ഒരു യുദ്ധത്തിന്റെ ഭാഗമാണ്. ആ യുദ്ധം ഇപ്പോഴും ഇരിക്കുന്നിടത്ത് അനുഭവിക്കുന്നവരുണ്ട്. ആ വടംവലി, ഞാൻ പോണോ ഞാൻ വേണ്ടയോ, ഞാൻ പോണോ ഞാൻ വേണ്ടയോ. ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ കർത്താവിനെ സാക്ഷീകരിക്കാൻ തീരുമാനമെടുക്കാൻ കിട്ടുന്ന ഒരവസരം നാളെ കിട്ടണമെന്നില്ല. അതിനുള്ള ശക്തി ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ സംശയിക്കായിരിക്കും. ഞാനും അങ്ങനെ അന്ന് നിന്നത്, സംശയിച്ചുകൊണ്ട്. ഞാൻ മുമ്പോട്ട് പോയ എനിക്ക് അതുപോലെ ജീവിക്കാനൊക്കെ എനിക്ക് അറിയത്തില്ല. പക്ഷേ മുമ്പോട്ട് വരുന്നതോടെ സംഭവിക്കുന്നത് ഭയത്തിന്റെ ഭീരുത്വത്തിന്റെ ആത്മാവിനെ ദൈവം അറുത്തുമാറ്റും. സംശയങ്ങളെ ദൈവം അറുത്തുമാറ്റും. ഭയങ്ങളെ ദൈവം മാറ്റും. വ്യാകുലതകളെ ദൈവം മാറ്റും. ഈ മല വിട്ടിറങ്ങുന്നത്, ഈ കുന്നിറങ്ങുന്നത് എന്തോ വലുത് കിട്ടിയതുപോലെ. വാസ്തവത്തിൽ എന്തുവാ നടന്നത്? കൊടുക്കുകയാ ചെയ്തത്. എന്നെ മുഴുവനായി കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു നിക്ഷേപം. അവസാനമായി ഈ ഗാനത്തിന്റെ വരി ഒന്നുകൂടെ പാടാൻ പോവുകയാണ്. ഇതിനകത്ത് സംശയത്തിലും വടംവലിയിലും നിൽക്കുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുമ്പോട്ട് വരൂ. ദൈവത്തിന്റെ കൈയൊപ്പിനാൽ ഈ ദിവസം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹിച്ച് വേർതിരിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. കമോൺ, ചേർന്ന് ഗാനത്തിന്റെ വരികൾ പാടുമ്പോൾ മുമ്പിലോട്ട് വരാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാം ഞാനേകിടുന്നെൻ മാനസം ദേഹി ദേഹം നിന്നീതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നേ മാനസം ദേഹി
ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി നിൻ കയ്യിൽ തന്നിടുന്നു. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. പോകട്ടെ പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എല്ലാം ഞാനേകിടുന്നേ. മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. എല്ലാം ഞാനേകിടുന്നേ. മാനസം ദേഹി ദേഹം നിൻഹിതം ചെയ്തിടുവാൻ എന്നെ സമർപ്പിക്കുന്നു. പോകട്ടെ പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ. ഓടട്ടെ നാടെങ്ങും ഞാൻ നിൻ നാമം ഘോഷിക്കുവാൻ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണ്ണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ